നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ ഹിന്ദി ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ആലോചിച്ചില്ല. വീഡിയോ ചെറായിപ്പേട്ട എന്തായിരുന്നു ഇഷ്ടം? എങ്ങനെയായിരുന്നു? ബീച്ച് ഇഷ്ടപ്പെട്ടാണ്? ചെറായി ബീച്ച് അച്ഛാനാ? അതെ അതെ, സന്ധ്യ സമയത്ത് പോണം. പക്ഷെ ബീച്ച് അധികമില്ല. തോടാ കാലിക്കട്ട. तुम्हारा नाम? परेश. വീട് അസം. അസം പോയിട്ടില്ല. എനിക്കൊരു കുറെ നാള് മുന്നേ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആസാമില്. ആള് പേര് ഞാൻ മറന്നുപോയി. അയാള് വിളിച്ചാണ്ടായിരുന്നു एक बार आसाम में आओ. मैं जाएगा नहीं. स्टैचू का नाम है अतानी. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുള്ളിനെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് മ്യൂസിക് ട്രാവലർ എന്നാണ് ചാനലിന്റെ നെയിം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ബെല്ലൈക്കണില്ലെന്നാവും. ബായുടെ ദേശം എന്ന് പറയുന്നത് ആസാമാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് നല്ല അടിപൊളിയായിട്ട് മലയാളം അറിയാം. എന്തായാലും എനിക്ക് ഹിന്ദി അറിയാനൊക്കെ ബെറ്റർ ആയിട്ട് പുള്ളി മലയാളം പറയുന്നുണ്ട്. സബ്സ്ക്രൈബ്. तू कितना टाइम आएगा इधर से जॉब में? 9 മാസം. കേരളയിലെ ഈ ടൈമിലാണോ? जस्ट टाइम फर्स्ट कालकाट. कितना टाइम आएगा उधर से? 2 years. बेंगलोर मुंबई दिल्ली. केरला में only 3 years. 3 years. हमारा स्टेट अच्छा है इधर केरला. आदमी अच्छा है. बेंगलोर मुंबई में डेंजर है. बेंगलोर में ज्यादा है. खराब भी ज्यादा है. उधर से ഗൈസ്, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങമനാട് എന്ന് പറയും. ഇവിടെ ഞാൻ പഠിച്ച സ്കൂളുണ്ട്. ഇപ്പൊ ഈ ഒരു താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ പണ്ട് പഠിച്ച സ്കൂൾ വന്നത്. പണ്ട് ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മുകളിലേക്ക് കാണുന്ന ഒരു അമ്പലം കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു മുകളിലേക്കാണ് അമ്പലം. ആ ഒരു അമ്പലത്തിൽ ഫുഡ് കഴിക്കുന്നു ഉച്ചക്കൊക്കെ. ഞാൻ ആ ഒരു പാറയുടെ മുകളിൽ നിന്ന് വീഴാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോഴൊക്കെ പേടിയാവും. ആ അടുത്തൊരു അമ്പലം കണ്ടോ മുകളിൽ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ അമ്പലം പാറയുടെ ഒക്കെ മുകളിലാണ്. ബൈ मेरा स्कूल +1 +2 ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ്. बाद में വീഡിയോ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൊരു ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വർക്കിന്റെ വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ 12 ക്യാമറ ഉണ്ട്. ആഗ്രോ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് നമ്മൾ വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്, അസീൽ ആഗ്രോ എക്സ്പോർട്ട്. ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമറ ബോക്സും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബോക്സിൽ വെച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞു. നമ്മൾ ഇത്തിരി കുറച്ച് നേരത്തെ ഉണ്ടോ ഫുഡ് കഴിക്കുന്നത്. ചോറ് ഇത്തിരി വെന്തതായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാൻ പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ടിലെ കടയിൽ തന്നെ കേട്ടോ. ആ ഒരു ചെറിയ പെട്ടിക്കട പണ്ട് മുതലേ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കമ്പനിയിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നൗഫിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ദൂരെ കേബിൾ വലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കേബിൾ ഇങ്ങനെ വലിച്ച് ഓരോ അളവിന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. ഒരുപാട് വലിക്കാനുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോണ ക്യാമറ. ഇതിനകത്ത് 6mm 3 ക്യാമറ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയതാണ്. 6mm ക്യാമറ ഈ കാണുന്നതാണ് 6mm. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തേക്ക് സൂം ചെയ്യാൻ പറ്റും. അത്യാവശ്യം ക്ലാരിറ്റി തന്നെ നമുക്ക് അതിന്റെ ഒരു വിഷ്വൽ കിട്ടൊക്കെ ചെയ്യൂട്ടോ. അതിന്റെ ഔട്ട്പുട്ട് അങ്ങനെ ആയിരിക്കും. അന്നത്തെ ദിവസം ആ ഒരു കേബിൾ വലി മാത്രം നമ്മൾ ചെയ്തോളൂ. അങ്ങനെ വിജയകരമായിട്ട് ആ ഒരു രാത്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിപ്പൂസ് ഗുഡ് മോർണിംഗ്. ഈ ഒരു ഇരിപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഒരു ഗ്രില്ലിൻ്റെ ഇടയിൽ ഈ ഒരു മൂക്കിട്ടുള്ള ഇരിപ്പ് എന്താണ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പുള്ളിക്ക് മൂക്കുമ്പോൾ പിടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. ഡാ ഗുഡ് മോർണിംഗ് മൈൻഡില്ലല്ലോ.
അപ്പോൾ ടിപ്പുവിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാകും. ചെറിയ രീതിയിൽ സങ്കടമുണ്ട്. സങ്കടം ആദ്യം പറയാം. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് കോഴിമുട്ട വറുത്തപ്പോൾ എണ്ണ എൻ്റെ മേത്ത് വീണ് ചെറുതായിട്ടൊന്ന് വയറുപുള്ളിയായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് കുറച്ച് സങ്കടമുള്ള ദിവസമാണ്. സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു മാമനായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി പിറന്നേക്കാണ് എൻ്റെ പെങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പോകണം. എന്തായാലും ഞാൻ ഇന്ന് ലീവ് ചോദിച്ചാലും നമ്മുടെ ഇന്നലത്തെ വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് എനിക്ക് ലീവ് കിട്ടിയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ആരും നടക്കണമല്ലോ. ഉച്ചയ്ക്ക് എന്തായാലും പോകണം. അപ്പോൾ തൃശ്ശൂരാണ് ആളെ കിടത്തേക്കുന്നത്. ഞാൻ അതിൻ്റെ മുഖം പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. ഞാൻ പോട്ടെ, ആളെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ല, ആഗ്രോ എക്സ്പോർട്ടിങ് കമ്പനിയിലായിരുന്നു. 12 ക്യാമറയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ഇന്നലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ക്യാമറ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ ഒരു വിഷ്വൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. ഗായ്സ്, അങ്ങനെ വീണ്ടും നമ്മുടെ വർക്ക് പെൻഡിങ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ആ 12 ക്യാമറ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. ചെറിയ ആവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.